ഇത് നന്നായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട്. നമുക്കിതിലേക്കുള്ള അരപ്പ് ചേർക്കാവേ. അരപ്പ് പ്രത്യേകിച്ചൊന്നുമില്ല, ലേശം തേങ്ങയും ഇച്ചിരി ചുമന്ന ഉള്ളിയും ഇച്ചിരി ജീരകവും കൂടെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അരയ്ക്കണ്ട, ഒതുക്കിയെടുത്താൽ മതി. അല്ലാതെ അരയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക. എന്നിട്ട് അരപ്പൊന്ന് ആവി കയറ്റി അതിനകത്തേക്ക് നമ്മൾ കരിവേപ്പില ഊരിയിടുക. കഴുകി വെച്ചിരുന്ന കരിവേപ്പിലയാണ്. ഞാൻ കരിവേപ്പയിൽ നിന്ന് എടുത്താൽ നന്നായിട്ട് കഴുകി കുപ്പിക്കകത്തിട്ട് വെക്കും. എന്നാലും ഞാൻ എടുക്കുമ്പോൾ ഒന്നുകൂടെ കഴുകും. എന്നുവെച്ചാൽ ഇലകൾക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പണിയാണ്ടാന്ന് ഓർത്ത് നന്നായിട്ട് കരിവേപ്പില ഇട്ട് കൊടുത്തു. അരപ്പിൻ്റെ പച്ചച്ചവയും മാറിയിട്ടുണ്ടാവും. ഇനി നമ്മൾ അവസാന കയ്യിൽ നിന്നുള്ള നിലയ്ക്ക് നമ്മളൊരു ശകലം പച്ച വെളിച്ചെണ്ണ, ഒത്തിരിയൊന്നും വേണ്ട. അവിയലായതുകൊണ്ട് നമ്മൾ ഇതൊന്നും ചേർക്കത്തില്ലല്ലോ, കടുവൊന്നും വറുക്കത്തില്ലല്ലോ. അപ്പം ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ശകലം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടുമോയെന്നൊന്നും അറിയത്തില്ല, ചിലരൊക്കെ കഴിക്കുമായിരിക്കും. എൻ്റെയൊക്കെ ബാല്യകാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ വീടുകളിൽ ഇതൊക്കെ ആയിരുന്നു കറികൾ. അമ്മയൊക്കെ പറമ്പിലോട്ട് ഇറങ്ങുക, കൈ കിട്ടുന്നതൊക്കെ എടുക്കും. ചേനത്തണ്ട്, ചേമ്പും തണ്ട്, ചേമ്പിൻ്റെ വിത്ത് എന്ന് വേണ്ട, പറമ്പിൽ എന്തൊക്കെയാണോ അതൊക്കെ ഉള്ളതെല്ലാം കൂടി എടുത്തിട്ട് അവിയൽ പോലെയൊക്കെ കറി വെക്കും. പക്ഷേ ഇന്ന് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന വലിയ വലിയ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നതിനെക്കാട്ടിലുള്ള ടേസ്റ്റായിരുന്നു ആ കറികൾക്കെല്ലാം. ഇന്നും ആ ടേസ്റ്റ് നാവിൽ പോയിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ശ്രമങ്ങളൊക്കെ നടത്താറുണ്ട് അതുപോലെയൊക്കെ ഉണ്ടാക്കാൻ. പക്ഷേ ഒരു 75% ഒക്കുള്ളൂ. അമ്മയൊക്കെ വെക്കുന്ന കറികളെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒന്നും വേണ്ട കറി. ചുമ്മാ ഞങ്ങൾ കാട്ടവിയൽ എന്നൊക്കെ പറയുമായിരുന്നു. എല്ലാം കൂടി അമ്മ ഇട്ട് വെക്കുന്ന ഒരു അവിയലിയോ, അതിനൊക്കെ എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയോ, പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ഇന്ന് ഞാനിങ്ങനൊരു കറി വെച്ചു. പിന്നെ ഇന്നലത്തെ അയലക്കറിയൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഇന്ന് ഇത് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്താം കേട്ടോ. ഓക്കെ, എല്ലാവരും ഊണ് കഴിച്ച് വിശ്രമിച്ചോളൂ. ആരും പുറത്തൊന്നും ഇറങ്ങണ്ട കേട്ടോ, വെയിലാണേ. ഓക്കെ, ബൈ.